ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും 11 ലക്ഷം കുട്ടികൾ കേരളത്തിൻ്റെ സ്കൂളുകളിലേക്ക് മാറിച്ചേർന്നു. 5000 കോടി കൊടുത്തു. 90,000 കോടി കിഫ്ബി വികസനം, 200 പുതിയ പാലങ്ങൾ, പുതിയ റോഡുകൾ. ദേശീയപാതക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിപ്പോയ ദേശീയപാതയുടെ ഓഫീസ് തുറപ്പിച്ച് 6000 കോടി കൊടുത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞതെന്നറിയോ? കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ 2 വെല്ലുവിളികളാണ്. ഈ 2 വെല്ലുവിളിയും അദ്ദേഹം തരണം ചെയ്താൽ ഞാൻ അംഗീകരിക്കും എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അർത്ഥം. അയാളിപ്പോൾ ഇവിടെയുള്ളത് അറിയില്ല. ഏതായാലും അയാളുടെ ഉറച്ച ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിൽ ഗെയിൽ പൈപ്പ് ലൈനും ദേശീയപാത സ്ഥലമേറ്റെടുക്കലും നടക്കില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അസാധ്യമെന്ന് വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാക്കി കൊടുത്ത ഒരു ഗവൺമെൻറ്റിന് കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് മാത്രമല്ല ആളുകൾ അംഗീകരിക്കുക. ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉദിക്കൂല. അതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. എന്ത് കക്ഷി രാഷ്ട്രീയം? 600 രൂപയുള്ള പെൻഷൻ 2000 രൂപയാക്കി അത് 2500 ആക്കും എന്ന് പറയുന്നതിന് അതിൽ പിന്നെ എന്ത് കക്ഷി രാഷ്ട്രീയം വന്നിന്? ആളുകളുടെ ജീവിതത്തെ തൊട്ടറിയല്ലേ. 5 ലക്ഷം ആൾക്കല്ലേ പട്ടയം കൊടുത്തത്? 5 ലക്ഷം ആളുകൾക്ക്. അതൊക്കെ ഒരു നിശബ്ദ വിപ്ലവമല്ലേ?